ജില്ലയിൽ ഇന്നലെ ആരംഭിച്ച മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ഇപ്പോൾ ശബരിമലയിൽ ഇന്ന് ഉച്ചയോടുകൂടി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ 3 ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം ജില്ലയിലും മലയോര മേഖലയിലും നഗരപ്രദേശത്തും ഇന്നലെ രാത്രിയോടുകൂടി ആരംഭിച്ച മഴയ്ക്ക് ഇപ്പോഴാണ് ഒരു ശമനമുണ്ടായിരിക്കുന്നത്. എന്നാലും ജില്ലയിൽ ഇപ്പോഴും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തെക്കൻ ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് രൂപപ്പെട്ട ചക്രവാത ചുഴിയാണ് മഴയ്ക്ക് കാരണം. നിലവിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും നിലവിലെ അവസ്ഥ വിലയിരുത്തുകയും ചെയ്തു. ജില്ലയിൽ നിലവിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന മുന്നറിയിപ്പും ഉണ്ട്. ജില്ലയിലെ മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പൊന്മുടിയും മങ്കയും എന്നിവിടങ്ങളിൽ സന്ദർശകർക്ക് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സീസണിൽ ആദ്യ ദിനങ്ങളിൽ പെയ്ത മഴ തീർത്ഥാടനത്തെ ബാധിച്ചിരുന്നു. തിരക്ക് കുറഞ്ഞു. അതിനുശേഷം വീണ്ടും തിരക്ക് കൂടിയെങ്കിലും ആദ്യ ദിനങ്ങളിലെ ആ കുറവ് വരുമാനത്തെ പ്രതികൂലമായി ബാധിച്ചു. ഇപ്പോൾ വീണ്ടും കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും കടന്നു വരുമ്പോൾ അത് തീർത്ഥാടനത്തെയും വരുമാനത്തെയും ഒക്കെ ബാധിക്കുമോ എന്നാണ് പ്രധാന ആശങ്ക. ശബരിമലയിൽ ഉച്ചയ്ക്ക് പെയ്തു തുടങ്ങിയ മഴ നിർത്താതെ തുടരുകയാണ്. നല്ല മഴയും കൊണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഉച്ച മുതൽ തുടങ്ങിയ മഴയാണ്. എന്നാലും സുഖമായിട്ട് ഇവിടെ എത്താൻ പറ്റി. മഴ കൊണ്ട് ആകെ ക്ഷീണം പറ്റി. എന്നാലും ദർശനം കിട്ടിയത് ഭയങ്കര സന്തോഷമായി. ഇന്ന് ഞായറാഴ്ച ദിവസമായിട്ട് കൂടി തിരക്കിൽ വലിയ കുറവുണ്ട്. ഇനിയും മഴ തുടർന്നാൽ മലകയറ്റം ദുഷ്കരമാകും. രാവിലെ തുടങ്ങിയ മഴയല്ലേ, ബുദ്ധിമുട്ടിന് അങ്ങേയറ്റത്താണ്. ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊക്കെ തീരുന്നു വിചാരിക്കും. അത്രയും നല്ല ശക്തിമായ മഴയാണ്. പക്ഷെ ഞങ്ങൾ അതിനൊക്കെ അവഗണിച്ച് നമ്മൾ മുന്നോട്ട് പോകാനാണ്. അതിനെ കണ്ടിട്ട് പോകുള്ളൂ. പുല്ലുമേട് കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണവും കുറഞ്ഞു. അതേസമയം കനത്ത മഴയെ അവഗണിച്ചും ആയിരങ്ങൾ മല ചവിട്ടുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.